എല്ലാവർക്കും സുഖസാറാണ്. നമ്മുടെ ക്രിസ്മസ് എക്സാം അടുത്ത മാസം 9-ാം തീയതി തുടങ്ങാനിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും അതിനുവേണ്ടി ഭയങ്കരമായിട്ടുള്ള പഠിത്തം നടക്കുകയാണ്. സ്കൂളിലൊക്കെ അതിനുവേണ്ടിയുള്ള ഭയങ്കരമായിട്ടുള്ള പഠിപ്പീര് നടക്കുകയാണ്. അപ്പൊ സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചെറിയൊരു വ്യത്യസ്തമായിട്ട് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിന്റെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ടൈമിൽ ഉള്ളത് മാത്രമായിരുന്നു. പക്ഷെ ഈ വർഷം ഇപ്പോഴത്തെ ഈ ടൈമിന് മീൻസ് ഈ സെക്കൻഡ് ടൈമിന് മീൻസ് ക്രിസ്മസ് എക്സാമിന് ഫസ്റ്റ് ടൈമിൽ നിന്നും ഒരു 30% ക്വസ്റ്റ്യൻസുകൾ വരും എന്നാണ് കേൾക്കുന്നത്. അതിന് ചെറിയ കാരണം എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സ്കൂളുകളിൽ നിന്നും അതാത് സ്കൂളുകളിൽ നിന്നും പ്രിന്റ് ചെയ്ത് എടുത്തിട്ടുള്ളതായിരുന്നു. അതെല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ വരാൻ പോകുന്നത് ബോർഡിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ +2 സ്കൂളുകളിലെയും ക്വസ്റ്റ്യൻ പേപ്പർ ഒറ്റ ഒരെണ്ണമായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വരാൻ സാധ്യത എന്നല്ല, ഉറപ്പായിട്ടുള്ളതാണെന്നാണ് എന്റെ തോന്നല്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഫസ്റ്റ് ടൈമിലെ കാര്യങ്ങൾ എന്തായാലും ഇപ്പൊ ആരും പഠിക്കുന്നേയില്ല, എല്ലാം സെക്കൻഡ് ടൈമിലാണ് പഠിക്കുന്നത്. ഫസ്റ്റ് ടൈമിൽ നിന്നും ഏറ്റവും വലിയ മാർക്കുള്ളതാവാനുള്ള സാധ്യത കുറവായിരിക്കും. പക്ഷേ മീഡിയം റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വരാൻ, അതാണ് നിങ്ങൾ കൂടുതലും പഠിക്കേണ്ടത്. പിന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ എന്തായാലും ഇപ്പൊ അതിനുവേണ്ടി നോക്കണ്ട. മീഡിയം ലെവലിലുള്ള 3-4 മാർക്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ ചാപ്റ്ററിലെയും ഫസ്റ്റ് ടൈമിലുള്ള ഒന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ, ഫുൾ പഠിക്കാതെ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് കുഴപ്പമില്ലാതൊക്കെ വരാം. അപ്പൊ സാധാരണ പക്ഷെ എല്ലാവരും അതിനൊന്നും ഇപ്പൊ സമയം കണ്ടെത്താറില്ല. എല്ലാവരും +2 പഠിക്കുമ്പോൾ ഇപ്പോഴത്തെ സെക്കൻഡ് ടൈമിന് മാത്രമുള്ള രീതിയിൽ കൂടെ പഠിക്കുന്നുള്ളൂ. അതങ്ങനെയാണ് സാധാരണ. എന്തായാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ, എല്ലാ സബ്ജക്റ്റും അങ്ങനെ വരാനാണ് സാധ്യത. അപ്പൊ എന്തായാലും മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ പല സ്കൂളുകളിലും പ്രാക്ടിക്കൽ ഉള്ളവർക്ക് പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ കുറെ നിങ്ങളെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ എക്സാമിന് വരും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് അത് വന്നിരുന്നു, മോഡലിനും വന്നിരുന്നു. അതുകൊണ്ട് എന്തായാലും അത് നിങ്ങളെ ആ ക്വസ്റ്റ്യൻസുകൾ എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടിക്കും. സാധാരണ നമ്മൾ തിയറിറ്റിക്കലായിട്ട് ചെയ്യുന്ന രീതി ആയിരിക്കത്തില്ല. ഫിഗറൊക്കെ കാണും, ഗ്രാഫ് കാണും, അങ്ങനെയൊക്കെയുള്ള വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉറപ്പായിട്ടുണ്ടാവും. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏതൊക്കെ രീതിയുണ്ടോ, പ്രാക്ടിക്കലുമായിട്ട് ബേസ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ, അതിന് പ്രത്യേകിച്ച് മാത്സ് എന്തായാലും ഉറപ്പായിട്ടും കാണും. നിങ്ങൾ അതിനു വേണ്ടിയും കൂടെ പഠിച്ചോണം. ഇല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ആ ക്വസ്റ്റ്യൻസുകളെ കാണുമ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലാത്ത ക്വസ്റ്റ്യനെ കാണുന്ന പോലെ ഇരിക്കും. ഓക്കെ, നന്നായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് പോലും അത് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ. പക്ഷെ ഇപ്പൊ ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്മുടെ ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻസുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മളതൊക്കെ നിങ്ങളെ മാക്സിമം നിങ്ങൾ ഈ ചാനലിൽ കൂടെ ചെയ്ത് കാണിക്കും. എല്ലാവരും നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തോണം. എക്സാം എടുക്കുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ ചാനലിൽ കൂടെ വന്നുകൊണ്ടിരിക്കും. പിന്നെ പബ്ലിക് എക്സാമുള്ള അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാമിന് വേണ്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴികൾ കൂടെ എക്സാമിന് വരുന്ന ഉറപ്പുള്ള ചോദ്യങ്ങൾ ചെയ്ത് കാണിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഫുൾ ക്ലാസ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫുൾ പ്രോബ്ലംസുകളെയും പഠിക്കാനുള്ള രീതിക്കുള്ള ക്ലാസ് കിട്ടും. അതിനോടൊപ്പം തന്നെ നോട്ട്സ് കിട്ടും, ഇക്വേഷൻ ബുക്കിലെറ്റ് കിട്ടും, ലാസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ പാക്കേജ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എക്സാം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എഴുതാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കിട്ടും. താഴെ തന്നുള്ള ഏതെങ്കിലും നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ലത് പഠിക്കുക. ഫസ്റ്റ് ടൈം ഒന്ന് നോക്കിയേക്കണം. ഗുഡ് ബൈ.